LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവരൊക്കെ പ്രചാരണത്തിൽ ഇറങ്ങുകയും ചെയ്തു. UDF ഇപ്പോൾ ആശയക്കുഴപ്പമാണല്ലോ. ആശയക്കുഴപ്പമല്ല. UDF പട്ടിക നാളെ ആകുമ്പോഴേക്കും പുറത്തു വരും. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു ഏപ്രിൽ 21 തീയതിയാണ് ടെൻറ്റേറ്റീവായിട്ട് കണക്കാക്കിയത്. അതുകൊണ്ട് അല്പം സ്ലോ ആയിപ്പോയി. പക്ഷെ അത് ഇന്നലത്തോടെ ഏതാണ്ട് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളത്തോടുകൂടെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും UDF സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും. അല്ല, അതിലൊരു പ്രയാസമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭയിലൊക്കെ അവരാണല്ലോ ആദ്യം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫെബ്രുവരി മാസം 28 LDF പ്രഖ്യാപിച്ചു, മാർച്ച് 7 UDF പ്രഖ്യാപിച്ചു. പക്ഷെ ആരാ ജയിച്ചത്? അപ്പോൾ നേരത്തെ പ്രഖ്യാപിക്കുന്നതിന് അർത്ഥവുമില്ല. 2001 LDF പ്രഖ്യാപിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് UDF പ്രഖ്യാപിച്ചത്. അന്നാണ് UDF ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്, 100 സീറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഒരു പ്രയാസമൊന്നുമില്ല. ഞങ്ങൾ എപ്പോൾ പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥികളൊക്കെ മിക്ക സ്ഥാനാർത്ഥികളും ഫീൽഡിലുണ്ട്. ഇപ്പം ഞാനിന്ന് റൗണ്ട് കഴിഞ്ഞു. എൻ്റെ ജീവൻ മരണ പോരാട്ടം എന്ന രീതിയിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഒരു രണ്ടാം തുടർഭരണം ലക്ഷ്യമിട്ട് സർക്കാരും ഇടതുമുന്നണിയും ഇറങ്ങുന്നു. അപ്പോഴും ഈ UDF തർക്കം തീരുന്നില്ല എന്നൊരു തർക്കം പൊതുവെ ഇങ്ങനെ ഓരോരുത്തർ ന്യൂസ് പടച്ചു വിടുന്നതാണ്. അത്ര തക്കോണം പ്രശ്നമൊന്നുമില്ല. ഇത് സാധാരണ രീതിയിൽ ഇപ്പം നിങ്ങൾക്കറിയാലോ, സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടക്കുമ്പോൾ ഡൽഹിയിലൊക്കെ ഒരു ഹോട്ടൽ മുറി പോലും ബാക്കി ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു കുഴപ്പമില്ലല്ലോ. ഡൽഹിയിലത് കേരള ഹൗസ് തന്നെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രയാസമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് DCCയും KPCCയും അതേ അവസ്ഥയിൽ തന്നെയാണ് അല്ല, അത് പിന്നെ എല്ലാവരും ഫീൽഡിലല്ലേ. പിന്നെ ഇതിനാ DCCയിലും KPCCയിലും ആരും അവിടെ തങ്ങി നിൽക്കാൻ പാടില്ല എന്നാ പാർട്ടി കൊടുത്തുള്ള നിർദ്ദേശം. K. സുധാകരൻ 2 കൽപ്പിച്ച് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി പറഞ്ഞ പോലെ അനുസരിക്കുന്നു. MP മാർക്ക് എക്സംഷൻ കൊടുക്കണോ വേണ്ടെന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അല്ല, അതങ്ങനെ ഒരു ആശയക്കുഴപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കുന്നത് അത് മുതിർന്ന നേതാവിന് ചേർന്നതാണോ? അല്ല, അതൊക്കെ അത്യാവശ്യം എല്ലാവരൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് ഒരാൾ മാത്രമല്ല. അതെ, അത് ഇന്നലെയാണല്ലോ എല്ലാവരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ വിചാരിച്ചത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിചാരിച്ചത് ഏപ്രിൽ 3 വരുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇത് എടുത്തു ചാടി ആദ്യം തന്നെ വരുന്ന ആരും കണ്ടു. ഈ സ്ഥാനാർത്ഥികളായില്ലേ, ഈ സമയക്കുറവുള്ളത് UDF തിരിച്ചടിയാവും. അത് ആർക്കും തിരിച്ചടിയൊന്നും ആവില്ല. സമയം എല്ലാവർക്കും കുറവുണ്ടല്ലോ. പിന്നെ LDF സിറ്റിംഗ് MLA കുറച്ച് കൂടുതലുണ്ട്, UDF കുറവാണ്. അതുകൊണ്ട് ചില്ലറ പ്രയാസങ്ങളുണ്ടാകും. പുതിയ ആൾക്കാർ ഫീൽഡിൽ വരും. പക്ഷെ അതൊക്കെ ആ നിയോജകമണ്ഡലമായിട്ട് ബന്ധമുള്ളവരാണല്ലോ സ്ഥാനാർത്ഥികളായിട്ട് വരിക. മറ്റു മുന്നണികളുടെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് വട്ടിയൂർക്കാവിൻ്റെ ചിത്രമല്ല ആദ്യം തെളിഞ്ഞ. ഞാനിവിടെ കുറേ കാലമായിട്ട് ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇന്ന് തൊട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മേയർ സ്ഥാനവും കൗൺസിലർ സ്ഥാനവും ഉപേക്ഷിച്ചിട്ടല്ലേ പ്രശാന്ത് ഇവിടെ MLA ആയിട്ട് വന്നേ. കഴിഞ്ഞ കോവിഡ് കാലത്ത് കഴക്കൂട്ടം വാർഡിലെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. പിന്നെ K. രാധാകൃഷ്ണനും AM ആരിഫും എല്ലാം നിയമസഭയിൽ നിന്ന് ലോക്സഭയിൽ പോയതാണ്. രണ്ട് K. മുരളീധരന് മാത്രം എന്തോ ഒരു അത്ഭുതം കാണിച്ചു എന്നുള്ള മറ്റുള്ള പ്രചാരണം. അത് ആശയ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരേ ഇലക്ഷനിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 8 വർഷം ഇവിടെ MLA ആയിരുന്നു. ഞാൻ എൻ്റെ വകയായിട്ട് ഒരു സ്ഥാപനവും തുടങ്ങിയിട്ടില്ല. എൻ്റെ പേരിലൊരു വിജിലൻസ് കേസും ഉണ്ടായിട്ടില്ല. ഞാനൊരു കണ്ണാടിയും മാളയും ഞാൻ പണിയാനും പോയിട്ടില്ല. അപ്പോൾ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മത്സരം രാഷ്ട്രീയമാണ്. അതിന് വ്യക്തിപരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് വിസ്മയം സംഭവിക്കുന്നു. പക്ഷെ വലിയ വിസ്മയമൊന്നും നടക്കുന്നില്ല. അല്ല, വിസ്മയങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നടക്കേണ്ട വിസ്മയം നടന്നല്ലോ. സുധാകരൻ്റെ ഒക്കെ വിസ്മയം തന്നെയല്ലേ. ഓരോ സ്ഥലത്തും വിസ്മയം നടക്കുന്നുണ്ട്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയും വിസ്മയങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ വിസ്മയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ 3 ആഴ്ചയേ ഉള്ളൂ. എങ്ങനെ? അല്ല, അത് തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. 3ാമത് പിണറായി വരുന്നുള്ളതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. സ്ഥാനാർത്ഥി ചർച്ച നടത്തേണ്ട സമയത്തായിരുന്നു പുതിയ യാത്ര നടത്തിയത്. അപ്പൊ ജാഥയിലായിരുന്നു UDF-ന്റെയും കോൺഗ്രസിന്റെയും ശ്രദ്ധ. പക്ഷേ LDF സ്ഥാനാർത്ഥികളുടെ വേഗം പൂർത്തിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ലാഗ് മുന്നൊരുക്കത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മുൻകാലങ്ങളിൽ ഞങ്ങൾ ലേറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ഓടി മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും പ്രശ്നമൊന്നുമല്ല. ഈ നേരത്തെ പറഞ്ഞാണ് ഈ മുതിർന്ന നേതാക്കൾ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു പ്രശ്നം, സെൻട്രൽ സീറ്റിനെ സംബന്ധിച്ച പ്രശ്നമുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ പ്രശ്നമില്ല. അത് ഘടകകക്ഷിക്ക് കൊടുത്തു. ഞാൻ പറയേ, ഒരു മുന്നണി എന്ന് പറയുമ്പോൾ എന്താ,
ഘടകകക്ഷികളെ കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാമെന്നാണ്. ചിലപ്പോൾ പാർട്ടിയിലെ എണ്ണം കുറവാണെങ്കിലും തലപ്പൊക്കമുള്ള നേതാക്കന്മാരില്ലേ? ഇപ്പോൾ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള എം പിമാരിൽ ഒരാൾ എനിക്ക് പ്രേമേന്ദ്രനല്ലേ. അദ്ദേഹത്തിന് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരാളുള്ളൂ, പക്ഷേ അദ്ദേഹം ലോക്സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അതുപോലെ നിയമസഭയിൽ നാളെ നിറഞ്ഞു നിൽക്കേണ്ടവരാണ് CP ജോണും ദേവരായനൊക്കെ. അപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അത് BJPക്ക് കൊടുക്കാനുള്ള ഒരു വ്യാഖ്യാനം നടന്നത് ശരിയല്ല. അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത് ചെയ്യുന്ന ആര് ചെയ്താലും ശരിയല്ല. വളരെ മോശം പ്രകടനമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണയൊക്കെ. കോൺഗ്രസിന് ഒരൊറ്റ സീറ്റാണ്, ഈ 14-ൽ 1 മാത്രമാണ്, കോവളം മാത്രമാണ്. ഇത്തവണ നല്ല പ്രകടനം ഞങ്ങൾ കാഴ്ചവെക്കും. അതൊന്നും ഞാൻ പറയും. സെൻട്രൽ CMP ആണ് മത്സരിക്കുന്നത്, തീരുമാനിച്ചു കഴിഞ്ഞു. CP ജോൺ ചാത്തന്നൂരും തിരുവനന്തപുരം സെൻട്രലും CP ജോണും ദേവരാജനും തന്നെ ഉറപ്പിക്കാവോ? ഞങ്ങൾ ആ 2 സീറ്റും ദേവരാജന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണ് ചാത്തന്നൂർ വിട്ടുകൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ CMPക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. മുൻ DCC അധ്യക്ഷനെ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്, അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടാവും? ആർക്ക്? ശക്തന്. അതൊക്കെ നാളെ പട്ടിക വരുമ്പോൾ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.